ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹിമഹുല്ലാഹ് ബുലൂഗുൽ മറാമിലെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമിഇലെ ബാബു തർഹീബ് മിനൽ മസാബിഹിൽ അഖ്ലാഖ്, മോശപ്പെട്ട സ്വഭാവ ഗുണങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ശദീദു ബിസ്സുർഅ, ശക്തൻ എന്ന് പറയുന്നത് ബിസ്സുർഅ മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല. ഇന്നമ ശദീദു ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്, യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ തൻ്റെ ശരീരത്തെ, തൻ്റെ നഫ്സിനെ പിടിച്ചു വെക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്. കോപം അടക്കി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഗുണവുമായി ബന്ധപ്പെട്ട ഹദീസാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ലൈസ ശദീദു ബിസ്സുർഅ എന്നാണ്. സുർഅത്ത് എന്ന് പറഞ്ഞാൽ മല്ലന്മാര്, വലിയ നല്ല ശക്തിയുള്ള മനുഷ്യന്മാർ തമ്മിൽ പരസ്പരം പോരടിക്കുന്നതിനെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലൊക്കെ ധാരാളം അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് തന്നെ ഇതുപോലുള്ള ഒരു മനുഷ്യൻ, വലിയ ഗുസ്തിയും മൽപ്പിടുത്തൊക്കെ പിടിക്കുന്ന ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് റസൂലിനോട് മൽപ്പിടുത്തം നടത്തുന്ന ചില ചരിത്രങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ ചില ആളുകൾ അവരുടെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മൃഗത്തിന്റെ തോലെത്തി അതിങ്ങനെ വിരിച്ചിട്ട് അതിന്റെ നടുവിൽ നിൽക്കും. അതിന്റെ മധ്യത്തിൽ നിന്നിട്ട് ബാക്കിയുള്ള ആളുകളോടൊക്കെ വലിക്കാൻ പറയും. അവരിത്ര വലിച്ചാലും അതിന്റെ ചുറ്റുമുള്ള തോലുകൾ പോരാന്നല്ലാതെ അദ്ദേഹം നിൽക്കുന്ന ഭാഗത്തുള്ള തോല് പോരില്ലാണ്. അത്രയും ശക്തവാന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു. അവരിങ്ങനെ വലിയ മേനി പറഞ്ഞ് നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറയാം, ലൈസ ശദീദു ബിസ്സുർഅ, നിങ്ങൾ ഈ കാണിക്കുന്നത് പോലെയുള്ള ഇങ്ങനെയുള്ള മൽപ്പിടുത്തങ്ങൾ അതിലൊക്കെ ജയിക്കുന്ന ആളാണ് നല്ല ശക്തനായ ആൾ എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇന്നമ ശദീദ് അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗദബ്, കോപമുണ്ടാകുന്ന സമയത്ത് സ്വശരീരത്തെ അതിന് പിടിച്ചു വെക്കാൻ ആർക്കാണോ സാധിക്കുന്നത് അയാളാണ് യഥാർത്ഥത്തിൽ ശക്തവാൻ. ആ മാനസിക ശക്തിയാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് എന്നാണ്. ധാരാളം നേട്ടങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപത്തെ പിടിച്ചു വെച്ചാൽ അയാൾക്ക് ലഭിക്കുന്ന ചില നേട്ടങ്ങൾ ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മൻ കളമ ഐവൻ വഹുവ യസ്തതിഉ അൻ യൻഫുദഹു ദഅാഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂസിൽ ഖലാഖ്, ഒരാൾക്ക് തന്നോട് ദേഷ്യപ്പെടുന്ന ആളോട് തിരിച്ച് ദേഷ്യപ്പെടാനുള്ള എല്ലാ കഴിവുണ്ട്, ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തിരിച്ച് ദേഷ്യപ്പെടാൻ സാധിക്കും. എന്നിട്ടും അയാൾ പിടിച്ചു വെച്ചു എങ്കിൽ നാളെ പരലോകത്ത് എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടിയതിന് മുന്നിലേക്ക് അയാൾ വിളിക്കുന്നതാണ്. അയാൾ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ മഹത്വപ്പെടുത്തും. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏത് ഹൂറുൽ ഐനുകളെയും കാണിച്ചു കൊടുത്തോ, ഇതിനേത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടോ അതിൽ നിന്ന് താങ്കൾക്ക് ഉദ്ദേശിക്കുന്നതിനെ താങ്കൾക്ക് എടുക്കാം എന്നുള്ള തരത്തിൽ അവർക്കൊരു പ്രത്യേകമായ പരിഗണന അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, അഹബ്ബന്നാസി ഇലല്ലാഹ്, അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ വമൻ കഫാ ഗദബഹു സത്രല്ലാഹു ഔറഹു, ആരാണോ കോപത്തെ അടക്കി പിടിക്കുന്നത് ആളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലാഹുക്ക്. മാത്രമല്ല സത്രല്ലാഹു ഔറഹു, അല്ലാഹ് അയാളുടെ അദ്ദേഹത്തിന്റെ ഔറത്ത് മറക്കുന്ന, അദ്ദേഹത്തിലുള്ള തിന്മകളോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മറച്ചു കൊടുക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മല അല്ലാഹു ഖൽബഹു ദിവൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തി കൊടുക്കുന്ന തൃപ്തി. ആ പരലോകത്തെ എല്ലാവരും പ്രയാസത്തിലായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ തൃപ്തി
അയാളിലേക്ക്, അയാളുടെ ഹൃദയത്തിലേക്ക് ഇട്ടു നൽകുമെന്നെല്ലാം ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, കോപം അത് പല രീതിയിലുണ്ട്. ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് കാണാം, കോപം പ്രധാനമായിട്ട് 3 തരത്തിലാണ്. ഇതിൽ 3 പേരിട്ടിട്ടുണ്ട്. പച്ചയായ കോപം, അത് എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. ഏതൊരു മനുഷ്യരിലും ഒരു കോപം ഉണ്ടാവും. കോപത്തിന് തുടക്കം ചെറിയതായിട്ട് അപ്പൊ തന്നെ പോകും. എന്നാൽ അത് പ്രോത്സാഹിപ്പിക്കണം, അത് കുഴപ്പമൊന്നുമില്ല, എല്ലാ മനുഷ്യരിലും ഉള്ളതാണ്. രണ്ടാമത്തേത് അഹ്മർ. അഹ്മർ എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അത് കുറച്ചുകൂടി കാഠിന്യം കൂടും. അഥവാ അതെന്ത് ചെയ്യും, ഈ തുടങ്ങിയതാവില്ല, കുറച്ചുകൂടി അധികരിച്ച് എല്ലാവരോടും ചൂടാവും ഒക്കെ ഉണ്ടാവും. അങ്ങനെ അധികരിച്ച് ആളുകളോടെല്ലാം ദേഷ്യപ്പെടുത്തുക, അത് ശരിയല്ല, അത് അനുവദിക്കപ്പെട്ടതല്ല. അതിന് മുന്നതമായ മറ്റൊരു കോപമുണ്ട്, അസ്വദ്. എന്തിനും ഏതിനും കോപിക്കും, ദേഷ്യക്കാരെന്ന് പറയും ചില ആളുകളെ കുറിച്ച്. അത്തരത്തിലുള്ള കോപം, ഈ 2 കോപങ്ങളും യഥാർത്ഥത്തിൽ അനുവദിക്കപ്പെട്ടതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, സൂറത്ത് ആലി ഇംറാൻ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. വിശ്വാസികളുടെ പ്രത്യേകതയാണ്, അവർ രഹസ്യത്തിലും പരസ്യത്തിലൊക്കെ എന്ത് ചെയ്യും, അവർ സ്വതക്ക ചെയ്യും. കോപത്തെ അടക്കി വെക്കുന്ന, എത്ര കോപിക്കാൻ വന്നാലും അവർ അടക്കി വെക്കുന്ന, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കും, അവർക്ക് അഫു കൊടുക്കും, അവർക്ക് എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഒരു വിട്ടുവീഴ്ച നൽകുന്ന. അള്ളാഹു അത്തരക്കാരെ, ഏറ്റവും നല്ല ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഈ ഒരു ആയത്തിൽ ഉദ്ധരിക്കുന്നതിന്റെ അടിയിൽ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഒരു സംഭവം പറയുന്നത് കാണാം. അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു ഇമാം, അന്നത്തെ മൈമൂൻ ഇബ്നു മിഹ്റാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ സദസ്സിൽ തന്റെ കുറച്ച് അതിഥികളുമായി വന്ന സന്ദർഭത്തിൽ വീട്ടിലിങ്ങനെ ഇരിക്കുക. അപ്പൊ വീട്ടിൽ ഉണ്ടായിരുന്ന അടിമകൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരു അല്പമാനിയും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ പോയി. അപ്പൊ അന്ന് അറിയാം, അടിമകളുടെ മേൽ ശക്തമായിട്ട് ആക്രമണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭമാണ്. അപ്പൊ ഇദ്ദേഹം അടിമയെ അടിക്കാൻ നിന്ന സന്ദർഭത്തിൽ ഉടനെ എന്ത് ചെയ്തു, ഈ സ്ത്രീ ഈ ആയത്തെ നോക്കി, അതോടുകൂടി എന്ത് ചെയ്തു, ഇത്ര വലിയ ആളാണ് ഖുർആൻ പറഞ്ഞത്, അതോടുകൂടി അത് കോപത്തെ അടക്കി വെച്ചു. അദ്ദേഹം കോപത്തെ അടക്കി വെച്ചു എന്ന് കണ്ടപ്പോൾ അടിമ അടുത്തുകൂടി പറഞ്ഞു, ജനങ്ങൾക്ക് വിട്ടു കൊടുക്കുകയും ചെയ്യുന്നു. ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അടിമയുടെ ബുദ്ധിയാണ്. ആ ഒരു ഖുർആൻ ആയത്തിൽ ഇവരെല്ലാം വിട്ടു നിൽക്കുമെന്ന് മനസ്സിലായപ്പോൾ ചെയ്തു, ആ ആയത്തിൽ ബാക്കിയത് അതോടുകൂടി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അടിമക്ക് നിന്നോടുള്ള ശിക്ഷ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതും കൂടി മനസ്സിലാക്കിയപ്പോ അടിമ അടുത്ത ആയതും കൂടി വരും, അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യജമാനൻ പറഞ്ഞു, ഞാനിത് താങ്കളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിമ മോചനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ കോപത്തെ അടക്കി പിടിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ പറയണം, കുഫ്റിലേക്ക് ഒരാൾ എത്തുന്നതിന് 4 അടയാളങ്ങൾ ഉണ്ടാകും. 4 അടയാളങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അയാൾ കുഫ്റിലേക്ക് വേഗത്തുന്ന. ഒന്നാമത്തത് അഹങ്കാരം. അഹങ്കാരം ഉണ്ടായാൽ പെട്ടെന്ന് കുഫ്റിലേക്ക് എത്തിക്കും. രണ്ടാമത്തത് അസൂയ. മൂന്നാമത്തത് കോപം. നാലാമത്തത് ദേഹേച്ഛ. ഈ 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അത് വേഗത്തിൽ അത് കുഫ്റിലേക്ക് എത്തും. കുഫ്റിന്റെ 4 സ്തംഭങ്ങൾ എണ്ണിയപ്പോൾ അതിൽ പറഞ്ഞതാണ്. ഒരാൾ കോപം ഉണ്ടായാൽ പിന്നെ അയാൾക്ക് നീതി ഉണ്ടാവില്ല. അയാൾക്ക് തോന്നിയ പോലെ, ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യും, അയാൾ വിധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം, ജഅഫർ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ്, കോപം എന്ന് പറഞ്ഞാൽ അത് എല്ലാ തിന്മകളുടെയും ചാവിയാകുന്നതാണ്, താക്കോലാകുന്നതാണ്. കോപിക്കൽ പരമാവധി കോപം വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെ പിടിച്ചു വെക്കാൻ പരമാവധി പരിശ്രമിക്കുക. ഒരിക്കലും താബിഈയായ അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അടുത്ത് ചോദിച്ചു, എനിക്ക് എല്ലാ സൽഗുണങ്ങളും ഒരുമിച്ച് കിട്ടാൻ, അതിനു വേണ്ടിയിട്ട് ഒറ്റ ഉപദേശമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, കോപത്തെ ഒഴിവാക്കിയത്. കോപം ഒഴിവാക്കിയാൽ നിന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ തിന്മകളും പോകും, എല്ലാ സൽഗുണങ്ങളും നിന്നിൽ ഒത്തുചേരുമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ കോപം ഒതുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഹദീസ്. അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ഒരു സൽഗുണത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹു വ ബിഹംദിക, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.